ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു കുഞ്ഞു കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഇത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അതേപോലെ ഈ കേക്കിലേക്ക് ഞാൻ ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കേക്കിന് ആദ്യം ഒരു ബൗളിലേക്ക് ഒരു മുട്ടയുടെ വെള്ള ചേർത്ത് കൊടുക്കാം. റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട തന്നെ എടുക്കണം എപ്പോഴും നമ്മൾ കേക്കിലേക്കൊക്കെ ചേർക്കുമ്പോൾ. ഇനി ഇത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഒരു ഹാഫ് കപ്പിനെക്കാട്ടിലും കുറച്ച് കുറവാണ് ഞാൻ പഞ്ചസാര ഇതിലേക്ക് ചേർക്കുന്നത്. ഇത് ബീറ്റ് ചെയ്യുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. ആദ്യം ലോ സ്പീഡിൽ ബീറ്റ് ചെയ്തിട്ട് പിന്നീട് ഇത് ഹൈ സ്പീഡിലേക്ക് മാറ്റിയിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കണം. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ പൊടിക്കാതെയാണ് ചേർത്തിട്ടുള്ളത്. ചെറിയ തരിയുള്ള പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ടാണ് പൊടിക്കാത്തത്. അപ്പോൾ വലിയ തരിയാണെങ്കിൽ ഒന്ന് പൊടിച്ചിട്ട് ചേർക്കാം. അപ്പോൾ ഇത് പഞ്ചസാര മുഴുവനായിട്ട് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി ഇത് ഹൈ സ്പീഡിൽ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ മുട്ടയുടെ വെള്ള നല്ലതുപോലെ ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള എഗ് യോക്ക് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് ബീറ്റ് ചെയ്തിട്ടാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഒന്നുകൂടി ഒന്ന് ലോ സ്പീഡിലിട്ടിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് തന്നെ ഈ മുട്ട ബീറ്റ് ചെയ്തെടുക്കണം, കാരണം ഇതിലേക്ക് ബേക്കിംഗ് പൗഡറോ ബേക്കിംഗ് സോഡയോ ഒന്നും ചേർക്കുന്നില്ല. ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ ഓയിലും ഒരു ഹാഫ് ടീസ്പൂൺ വിനെഗറും ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഹാഫ് ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാലാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കുന്ന മുട്ടയുടെ വലുപ്പം ചെറുതാണെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂണൊക്കെ ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 കപ്പ് മൈദ ആണ് എടുക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്തിട്ടുണ്ട്. ഒരു നുള്ളു ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലേക്ക് ബീറ്ററിൻ്റെ ആവശ്യമില്ല. ഞാനൊരു വിസ്ക് ഉപയോഗിച്ചിട്ടാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഒരു അരിപ്പയിലൂടെ ഇതിങ്ങനെ അരിച്ചിട്ട് ഒരു 4-5 തവണയായിട്ടാണ് ഈ ഫ്ലോർ ഇതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. ഒട്ടും കട്ടയില്ലാതെ പതുക്കെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ മൈദയും കോൺഫ്ലോറും ഇതിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്ത് ചേർത്തിട്ടുണ്ട്. സൈഡിൽ നിന്നൊക്കെ നന്നായിട്ടൊന്ന് ഒരു സ്പാച്ചില ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഞാനിവിടെ ഇതേപോലെയുള്ളൊരു നല്ല പരന്നിട്ട് വലിപ്പമുള്ളൊരു പാനാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഓയിലും ബ്രഷ് ചെയ്തിട്ട് കുറച്ച് മൈദ കൊണ്ടൊന്ന് ഡസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ച് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഓവൻ 170 ഡിഗ്രിയിൽ പ്രീഹീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത് വെച്ചിട്ട് ഒരു 12 മിനിറ്റാണ് ഞാൻ ബേക്ക് ചെയ്തെടുക്കുന്ന സമയം. അപ്പോൾ നിങ്ങളുടെ ഓവനിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് ഇത് ബേക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ കേക്ക് നന്നായിട്ട് ബേക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. സ്ക്യൂവറോ അല്ലെങ്കിൽ ഒരു ടൂത്ത് പിക്കോ കൊണ്ടൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിനി നന്നായിട്ട് തണുത്തിട്ട് കട്ട് ചെയ്തെടുക്കാം. കേക്ക് തണുത്തിട്ടുണ്ട്. ഞാൻ ഇതേപോലെ ഒരു റൗണ്ടിലുള്ള ഒരു ഇത് വെച്ചിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങളുടെ അടുത്ത് കുക്കി കട്ടറോ അല്ലെങ്കിൽ ഒരു ബോട്ടിലിൻ്റെ അടപ്പോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് ഇതേപോലെ കട്ട് ചെയ്തെടുക്കാം. വളരെ കനം കുറഞ്ഞിട്ടുള്ള കേക്കാണ് ഞാൻ തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത് സ്ലൈസ് ചെയ്യേണ്ട ആവശ്യമില്ല. വെറുതെ ആ മോൾഡ് ഏതെങ്കിലും വെച്ചിട്ട് ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടേ ഉള്ളൂ. കുറച്ച് ഷുഗർ സിറപ്പ് വെറ്റ് ചെയ്ത് കൊടുത്തിട്ട് വിപ്പിംഗ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. വിപ്പിംഗ് ക്രീമിൻ്റെ വീഡിയോ ഇതിനു മുമ്പ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽ ആയിട്ടുള്ളത്. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ കാണുക. ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അടുത്ത പീസ് കേക്ക് വെച്ച് കൊടുത്തിട്ട് ഇതേപോലെ ഷുഗർ സിറപ്പ് കൊണ്ട് ഒന്ന് വെറ്റ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളത്തിലേക്ക് 2 ടീസ്പൂൺ പഞ്ചസാര മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് ഷുഗർ സിറപ്പ്. ഇതേപോലെ തന്നെ എല്ലാ ലെയറും ചെയ്തെടുക്കാം. ഞാൻ 4 പീസ് കേക്കാണ് വെച്ചിട്ടുള്ളത്.
മുകളിലും കുറച്ച് ഷുഗർ സിറപ്പ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം ക്രീം മുകളിലും സൈഡിലും എല്ലാം നന്നായിട്ട് ഐസിങ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് നന്നായിട്ട് ഐസിങ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ഒരു റോസ് പൈപ്പ് ചെയ്ത് വെക്കുന്നുണ്ട്. നമ്മൾ പെറ്റൽസ് ഒക്കെ പൈപ്പ് ചെയ്യുന്ന ആ നോസിലിൻ്റെ ഏറ്റവും ചെറിയ നോസിലാണ് എടുത്തിട്ടുള്ളത്. ഞാൻ വാങ്ങിയിട്ടുള്ള ആ സെറ്റിൽ അതിൻ്റെ നമ്പറൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് നമ്പർ ഞാൻ പറയാത്തത്. അപ്പോൾ ഇതേപോലെ റോസ് പൈപ്പ് ചെയ്തെടുക്കാം. ഇതിനു മുമ്പ് ഞാൻ ഇതിൻ്റെ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് ഇട്ടിട്ടുണ്ട്, അപ്പോൾ കാണാത്തവർ അതും കണ്ടു നോക്കിയാൽ മതി. ഇതേപോലെ ഇതിന് സൈഡിലൊക്കെ ചെറുതായിട്ട് ചെറിയ ഫ്ലവർ പോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു പൈപ്പിംഗ് ബാഗിൽ ഞാൻ സ്റ്റാറിൻ്റെ നോസിലിട്ട് കൊടുത്തിട്ട് അതിലേക്ക് ബ്ലൂ കളറിലെ ക്രീമാണ് എടുത്തിട്ടുള്ളത്. ഈ റെഡ് ക്രീമിൻ്റെ അതേ പൈപ്പിംഗ് ബാഗിൽ തന്നെ എടുത്തതുകൊണ്ടാണ് ഒരു കളർ ചേഞ്ച് തോന്നുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഷുഗർ ബോൾസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള നല്ല കുഞ്ഞി കേക്ക് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.